ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ടോ? അയ്യേ അയ്യേ, ഇതെന്തോന്ന് മാജിക്ക്! അയ്യോ, അത്രയ്ക്ക് അറിയാമെങ്കിൽ ഇയാൾ കാണിക്കണം. നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അയ്യോ, അതൊന്നും പറയേണ്ട കാര്യമില്ല. സ്വന്തമായി നല്ല ധാരണയുള്ള ആളാ. അതെന്താ അങ്ങനെ? എല്ലാത്തിനെ പറ്റിയും ഭയങ്കര ധാരണയെന്ന് പറയായിരുന്നു. അല്ല, കിരൺ ചേട്ടൻ എവിടെ? അകത്തുണ്ട്. നിങ്ങൾ വാ. അതെ, എന്താ ഡ്രൈവർ പയ്യ? ഈ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മനുഷ്യനെ താത്തിക്കെട്ടുള്ള സംസാരം വേണ്ട. അതാ എനിക്കും പറയാനുള്ള. താഴെ നിന്നേ. പുറകിലൊരു വാല്. വാലോ? അതെ, വാല് കൂടെ പറപ്പാ, പക്ഷെ വേറൊരു വാല്. ഒന്ന് പോടൂ, മനുഷ്യനെ കളിയാക്കാതെ. അല്ല, സത്യം. തന്റെ വാല് ഞാനെടുത്ത് മാറ്റാം. തിരിഞ്ഞ് തിരിഞ്ഞ് തിരി. എന്നാ ഇന്നാ വാല് പിടിച്ചോ. കാണിച്ചത് മണ്ടത്തരായി പോയി. ആ കിരണ്ട അടുത്ത് ഈ വാലും വെച്ചവള് പോണായിരുന്നു. വാ. വാ. മഹി, മഹി ഉണ്ടായിരുന്നല്ലേ? എന്താ ഞാൻ വന്നത് കിരണിന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ഇന്നത്തെ ദിവസം തിരക്കിലായതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. കുറച്ച് തിരക്കുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. താങ്ക്സ്. വെൽക്കം. ആഹാ, ഇത് വലിയ പരിപാടിയാണല്ലോ. അങ്ങനൊന്നുമില്ല, പിള്ളേരുടെ പാട്ടും ഡാൻസും ഒക്കെ, അത്രേ ഉള്ളൂ. ഓ, കിരൺ ചേട്ടൻ പാട്ട് പാടുവോ? പിന്നെ ഭയങ്കര പാട്ടാ, പക്ഷേ ഒറ്റക്കിരിക്കുമ്പോഴേ പാടൂ. അതുകൊണ്ട് ഇതുവരെ ആരും പാട്ട് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് പാടുവെന്ന്. അയ്യേ, ഇതിലെന്തോന്ന് ഇത്ര ചിരിക്കാൻ? എനിക്ക് പിന്നെ ഇന്ന് കിരൺ ചേട്ടന്റെ പാട്ട് കേട്ടിട്ടേ പോകുന്നുള്ളൂ. ചതിക്കല്ലേ മോളെ, എനിക്ക് ഈ പാട്ട് പാടുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാ. ഓ, ഞാൻ കൊച്ചിലെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ആഹാ, ആ സത്യമായിട്ടും ഭയങ്കര പാട്ടായിരുന്നു. സത്യമായാലും ഇല്ലെങ്കിലും തന്റെ പാട്ട് മറ്റൊരു ദിവസം കേൾക്കാം. ക്രിസ്മസ് ആഘോഷം താൻ ദുഃഖവെള്ളി ആക്കല്ലേ പ്ലീസ്. വീണ്ടും അപമാനം. ചിന്നുവിന് പാട്ടും ഡാൻസും ഒക്കെ അറിയില്ലേ? ഡാൻസ് അറിയാം. ഇയാളും വീട്ടിലെ റോബോട്ടും കൂടി മത്സരിച്ച ഡാൻസ് കളി. അവസാനം റോബോട്ട് ജയിക്കും. അമ്മാനും സ്റ്റെപ്പല്ലേ ഇയാളുടെ. നല്ല മനസുഖം. ചിന്നുന് മാജിക് അറിയാലോ അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കാണിക്കൂ. അതിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ചെറുതായിട്ട് മതിയെന്നേ. ഇനിയൊന്നും പറയണ്ട, മാജിക് കാണിച്ചേ പറ്റൂ. ഈ അറിയാൻ വയ്യാത്തവരോട് എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ഞാൻ കാണിക്കാം. ഒന്ന് നീങ്ങി. കുട്ടികളെ ഇവിടെ നോക്കിക്കേ, ചേട്ടനൊരു മാജിക് കാണിക്കാം. ഇതൊരു ബലൂണാണ്. നോക്കിക്കോ. ഇതെന്താണ്? നോക്കിക്കോ. കണ്ടോ? അയ്യേ അയ്യേ,
ഇതെന്തോന്ന് മാജിക്? അയ്യോ ദേ. അത്രയ്ക്ക് അറിയാമെങ്കിൽ ഇയാൾ കാണിക്കണം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. മാജിക് എല്ലാവർക്കും ഇഷ്ടമാണോ? ഈ ആന്റി മാജിക് അറിയാവുന്ന ആളാ. നമുക്ക് ഒന്ന് മാജിക് കണ്ടാലോ? ആ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. വാ. ഇതിപ്പോ ഞാൻ എന്ത് വെച്ച് മാജിക് കാണിക്കും? ഞാൻ ഇതൊന്നും എടുത്തോട്ടെ. ആ എടുത്തോ. ഇത് കണ്ടോ? ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. ഇതിനകത്തൊന്നുമില്ലല്ലോ. മോളെ വാ. ഈ പൂക്കള് വാരി ഇതിനകത്തിട്ടെ. അത് കിട്ടോ. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. എല്ലാവരും നോക്കിക്കോ. 1 2 3. ഓ സൂപ്പർ. ഇതെന്തോന്ന് മാജിക്ക്? ഇതിന് കൈയടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇത് വേറെ ഉടായ്പ്, വേറെ ഉടായ്പ്. അത്രയ്ക്ക് വലിയ മാജിക്കാരിയാണെങ്കിലേ ഞാൻ എടുത്തു തരുന്ന ടൂൾസ് വെച്ച് മാജിക് ചെയ്യും. പറ്റൂ? ഇത് വെച്ച് കാണിക്കും. കാണിക്കും. ഇത് കണ്ടോ? ഇതൊരു സ്റ്റിക്കല്ലേ? ഇത് വെച്ചൊരു മാജിക് കാണണോ? ചുമ്മാ ദേ നോക്കിക്കോ. അടിപൊളി. ഹായ്. ദേ. ഒരു മിനിറ്റ്. ഹലോ. കൊള്ളാം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ദേ നോക്കി. അതെ, ഈ മാജിക്കൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത മാജിക്കാ. ഇല്ലില്ല, ഇന്ന് ഫ്രീ ആകാൻ വൈകുന്നേരം ആവും. സ്കൂളിലെ ക്രിസ്മസ് ഫംഗ്ഷനാ. നാളെ കണ്ടാ മതിയോ?